വഖഫ് ബോർഡ് ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകർ ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും. ഉമ്മീദ് പോർട്ടൽ എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഒരു ഓൺലൈൻ സംവിധാനമാണ്. ഈ വഖഫാണെന്ന് അവകാശപ്പെടുന്ന ഭൂമികൾ അതിൽ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പരിശോധനകളെല്ലാം ബാക്കിയുണ്ട്. പക്ഷേ മുനമ്പം ഭൂമിയെ സംബന്ധിച്ച് ഒരു കാര്യം പ്രേക്ഷകർ ഓർക്കുക, ഇപ്പോൾ ഏത് സ്ഥിതിയാണോ മുനമ്പത്ത് നിലനിൽക്കുന്നത് ആ സ്ഥിതി തന്നെ തുടരണം. സ്റ്റാറ്റസ് കോ എന്ന നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ്റെ സാധൂകരണം അല്ലെങ്കിൽ ഒരു സാധുത പരിശോധിക്കപ്പെടുവാനുള്ള സാധ്യതകളും തുറന്നു കിടപ്പുണ്ട്. അത് നിയമപരമായ പ്രശ്നം. പക്ഷേ മുനമ്പം ഭൂമി വഖഫ് അവരുടെ തന്നെയാണ് എന്നുള്ള അവകാശവാദം ഔദ്യോഗികമായി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇനി പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് UDF സർക്കാരാണ്, മുനമ്പം നിവാസികളാണ്. അതിനിടയിൽ BJPക്ക് എന്താണ് റോൾ? BJPയുടെ പങ്ക് എന്തായിരിക്കണം? അതിൽ സത്യസന്ധമായി പറയട്ടെ, BJP ഇക്കാര്യത്തിൽ വളരെ നിഷ്ക്രിയരായി തുടരണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. രാഷ്ട്രീയ നിരീക്ഷകരും, അതായത് ഒരു നിഷ്പക്ഷമതികളായ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് BJPയുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ചുവടുവെപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരിക്കും വഖഫ് ഭൂമി എന്ന് വഖഫ് ബോർഡ് അവകാശപ്പെടുന്ന മുനമ്പം ഭൂമിയെ സംബന്ധിച്ചുള്ള അവരുടെ അടുത്ത നടപടി. ആ നടപടിയിൽ അവർ മുനമ്പം നിവാസികൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങേണ്ട യാതൊരു ബാധ്യതയും അവർക്കില്ല. പ്രത്യേകിച്ച് ഒപ്പം നിന്ന് ഈ വഖഫ് ബോർഡിൻ്റെ ഒരു അധിനിവേശത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാൻ ശ്രമിച്ച BJPയെ തത്വത്തിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ഈ വഖഫ് നിയമത്തിൻ്റെ പുനർപരിശോധന അല്ലെങ്കിൽ ഒരു പുനർക്രമീകരണത്തിൽ ആ നിയമത്തിനെതിരെ അങ്ങനെ ഒരു പുനർക്രമീകരണം വേണ്ട എന്നുള്ള തരത്തിൽ വോട്ട് ചെയ്ത ഹൈബി ഈഡനോടൊപ്പം കൂടിയ സഭയാണെങ്കിലും മുനമ്പം നിവാസികളാണെങ്കിലും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മുമ്പിലുള്ള മാർഗം. BJP തുറന്നിട്ട് കൊടുക്കേണ്ട ഒരു മാർഗം. അതിനു വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ട, നിഷ്ക്രിയരായിരുന്നാൽ മതി. കാരണം ഇത് കേൾക്കുമ്പോൾ ഒരല്പം ക്രൂരമായി തോന്നാം. പക്ഷേ ചില കാര്യങ്ങളിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ നടപടികൾ കൈക്കൊണ്ടേ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ ഞങ്ങൾ അധികാരത്തിലേറ്റാൽ 10 നിമിഷങ്ങൾ കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിച്ച് കൊടുക്കും എന്ന അവകാശവാദം നടത്തിയിട്ടുള്ളത് കൊണ്ട് അത് വീഡിയോയായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും പ്രേക്ഷകർക്ക് കാണുവാൻ സാധിക്കും. ആ തെളിവ് മുൻപിലുള്ളത് കൊണ്ട് മുനമ്പം നിവാസികൾക്ക് സധൈര്യം VD സതീശനോട് ആവശ്യപ്പെടാം. നിങ്ങളല്ലേ പറഞ്ഞത് 10 നിമിഷങ്ങൾ കൊണ്ട് പരിഹരിക്കും ഞങ്ങളുടെ പ്രശ്നമെന്നുള്ളത്, പരിഹരിച്ചു തരൂ എന്നുള്ള ആവശ്യം അവർക്ക് ഉന്നയിക്കാം. ഒപ്പം വഖഫ് ബോർഡിന് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഞങ്ങളുടെ തന്നെയാണ് ഈ ഭൂമി, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഉമ്മീദ് പോർട്ടലിൽ ഈ ഭൂമി ഞങ്ങളുടേതായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന അവകാശവാദവും ഉന്നയിക്കാം. നിയമ നടപടികളുമായി ഇരുപക്ഷവും മുന്നോട്ട് പോകട്ടെ. BJP വരമ്പത്തിരുന്ന് കാഴ്ചക്കാരായി നമ്മുടെ വിനോദ് കാർത്തികേയ എന്നൊരു ഫേസ്ബുക്ക് ID അഭിപ്രായ പ്രകടനം നടത്തിയ പോലെ ചായയും കുടിച്ച് പോപ്കോണും കഴിച്ച്, പോപ്കോൺ ഞാൻ കയ്യിൽ നിന്നിട്ടാണ് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. കാരണം സഹായിച്ചാൽ പോലും എത്ര തേനും പാലും ഒഴുക്കിയാലും തിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അസന്നിഗ്ധ ഘട്ടം വരുമ്പോൾ ഇവർ BJPയെ കൈവിടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇപ്പോഴും ക്രിസ്തീയ സഭകളുടെ അടിമകളായി തുടരുന്ന ഒരു പറ്റം ആളുകളാണ് മുനമ്പത്തും മറ്റ് പല പ്രദേശങ്ങളിലും ക്രൈസ്തവ സമുദായത്തിനുള്ളിലുള്ളത്. അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ അവർക്ക് യാതൊരു പ്രത്യക്ഷ സഹായവും ചെയ്യേണ്ട ഒരു ബാധ്യതയും BJPക്ക് ഇല്ല എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു അല്പം ക്രൂരമായി തോന്നാം കേൾക്കുമ്പോൾ, പക്ഷേ ഈ ക്രൂരത ഒരു ടഫ് ലവ് എന്ന് പറയും. ഈ ഒരു ക്രൂരത അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു ക്രൈസ്തവ സഭയുടെ സ്വാധീനത്തിൽ പെട്ടുകിടക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം ഒരു കാലം വരെ ആ സമൂഹത്തിന് സഭയെ കൊണ്ട് ഗുണമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പലയിടത്തും കാണുന്നത് ഈ ക്ലിഞ്ഞോ തിരുമേനിമാരും സിഫിലിസ്മാർ ഗൊണേറിയസുമാരും എല്ലാം ക്രൈസ്തവ സമൂഹത്തിന് ദോഷകരമായ കാര്യങ്ങൾ, ഒരുപക്ഷെ ജിഹാദി പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പല കാര്യത്തിലും ഈ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പല ക്രൈസ്തവ പുരോഹിതന്മാരും പരസ്യമായി നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രം മതി അവർക്ക് ക്രൈസ്തവ സമൂഹത്തോടുള്ള കൂറും അവരുടെ യഥാർത്ഥ കൂറ് എവിടെയാണെന്നുള്ള വസ്തുതയും നമുക്ക് മനസ്സിലാക്കുവാൻ. ക്രൈസ്തവ സമൂഹം അത് മനസ്സിലാക്കണമെങ്കിൽ ദൗർഭാഗ്യവശാൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഒരു കാലഘട്ടം വരെ ക്രൈസ്തവ സമൂഹം.
ദൗർഭാഗ്യവശാൽ ആ ഒരു പ്രായോഗിക ചിന്ത എന്നുള്ള ഒരു പ്രക്രിയ അല്ലെങ്കിൽ അതിനുള്ള ഒരു ശേഷി ആ സമൂഹത്തിന് ബഹുഭൂരിപക്ഷം എന്നുള്ള നിലയിൽ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അതറിയില്ല. ഒരു സഭയുടെ പൂർണ്ണമായ സ്വാധീനത്തിലേക്ക്, ഏറ്റവും ചുരുങ്ങിയത് അവരുടെ സമ്മതിദാനാവകാശത്തിൻ്റെ വിനിയോഗമെങ്കിലും സഭയുടെ പൂർണ്ണമായ ഒരു താല്പര്യത്തിനനുസരിച്ച് മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തുമ്പോൾ. ആ പരിശോധന നടത്തുമ്പോൾ നമുക്കൊരു കാര്യം കൂടി അതിനോട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. മുൻപും സഭയുടെ അഭിപ്രായമനുസരിച്ച് തന്നെയായിരുന്നു ക്രൈസ്തവ സമൂഹം അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ദോഷകരമായിട്ടുള്ളൊരു തീരുമാനമാണ് സഭയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതെങ്കിൽ കൃത്യമായി തന്നെ സഭയെ തിരുത്തുവാനും തിരിച്ച് യഥാർത്ഥ മാർഗത്തിലേക്ക്, മാർഗം കളി കളിച്ചോളൂ, മാർഗം വിട്ട് കളിക്കരുത് എന്നുള്ള രീതിയിൽ അച്ചായന്മാർ പറഞ്ഞിരുന്നു സഭയോടും സഭാ മേലധ്യക്ഷന്മാരോടും. പക്ഷേ ഇന്നത്തെ കാലത്ത് ദൗർഭാഗ്യവശാൽ ഒന്നാമത് യുവത്വം കുറവാണ് ക്രൈസ്തവരുടെ ഇടയിൽ, ക്രൈസ്തവ സമൂഹത്തിനിടയിൽ. കാരണം പലരും വിദേശങ്ങളിലേക്ക് കുടിയേറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ ഭൂരിപക്ഷമായി അവശേഷിക്കുന്നത് തലമുതിർന്നവരാണ്, വയോധികരാണ്. ആ വയോധികർക്ക് ഒരുപക്ഷെ സഭാ മേലധ്യക്ഷന്മാരോട് തർക്കത്തിനോ വിതർക്കത്തിനോ വാദപ്രതിവാദങ്ങൾക്കോ ഒന്നും താല്പര്യമില്ലായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിധേയത്വത്തിന് അവരുടെ മനസ്സ് പാകപ്പെട്ടിരിക്കാം. എന്ത് കാരണം കൊണ്ടായാലും സഭയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് ഇന്ന് ക്രൈസ്തവ സമൂഹം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് തീരുമാനമുണ്ടാക്കുവാൻ സഭയും വാഗ്ദാനം നൽകിയ വി.ഡി. സതീശനും എല്ലാം കേരള സമൂഹത്തിൽ ഇന്ന് നിലവിൽ ഉള്ളപ്പോൾ കേരളത്തിലെ BJPക്ക് ഇക്കാര്യത്തിൽ യാതൊരു താല്പര്യവും എടുക്കേണ്ട കാര്യമില്ല. വരമ്പിലിരുന്ന് ചായയും കുടിച്ച് പോപ്കോണും കഴിച്ച് കാഴ്ചക്കാരായിരിക്കുക. ഒരു അസന്നിഗ്ധ ഘട്ടം വരുമ്പോൾ അവർ നമ്മെ സമീപിക്കുകയാണെങ്കിൽ കൃത്യമായ ഉറപ്പുകൾ വാങ്ങിയ ശേഷം മാത്രം സഹായിക്കുവാൻ മുന്നിട്ടിറങ്ങുക. അല്ലാതെ യാതൊരു തരത്തിലും മുനമ്പം വിഷയത്തിൽ ഇനി BJP ഇടപെടരുത് എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ക്രൂരതയാണ് ഈ അഭിപ്രായമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ അഭിപ്രായം പ്രേക്ഷകർ തീർച്ചയായും കമൻറ്റുകളിലൂടെ അറിയിക്കുക. കാരണം ഇതൊരു സംവാദം ആവശ്യമായൊരു വിഷയമാണ്. കാരണം BJPയുടെ ഒരു രാഷ്ട്രീയ നടപടിയെക്കുറിച്ചുള്ളൊരു എൻ്റെ അഭിപ്രായ പ്രകടനം മാത്രമാണ് ഞാൻ ഇവിടെ നടത്തുന്നത്. അല്ലാതെ മുനമ്പംകാർ മുടിഞ്ഞ് നശിച്ചു പോയി തെരുവിലാകട്ടെ എന്നുള്ള ഒരു ശാപമല്ല ഞാൻ ഈ പറയുന്നത്. ഇതൊരു കൃത്യമായ രാഷ്ട്രീയ നടപടി മാത്രമാണ്. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നുമില്ല. ഇത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റുകളിലൂടെ അറിയിക്കുക. സംവാദങ്ങൾ നമുക്ക് തുടരാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.